നമ്മളിന്ന് ലേസേഴ്സ് അതിന്റെ ടൈപ്സ് അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡസ് ലേസർ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ട്രാൻസ്ഫോം നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ആണ്. ലേസറിന്റെ ഫുൾ ഫോം എന്താണ്? അതെ, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പൊ അതിനകത്ത് തന്നെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും പറയുന്നുണ്ട്. അപ്പോ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. കാരണം ഓരോ ലെറ്റേഴ്സും ചിലപ്പോൾ മാറ്റിയൊക്കെ തരാം. സിമിലർ ആയിട്ടുള്ള ഡെഫിനിഷൻസ് നമുക്ക് ചോദിക്കാം. അപ്പൊ അത് ഓപ്ഷൻസ് നോക്കി തന്നെ ആൻസർ ചെയ്യണം. അറിയാവുന്ന ഒരു ഇത് തന്നെയാണ്. സോ ലേസറിന്റെ ഫുൾ ഫോം ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ലേസർ ലൈറ്റ്? അപ്പൊ എല്ലാ പ്രോപ്പർട്ടീസും അറിഞ്ഞിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ലേസറിന്റെ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഡിഫ്യൂസീവ്നെസ് എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ച് അറിയാവോ? കോഹറൻസ് അതൊക്കെ എന്താണ്? കോഹറൻസ്, മോണോക്രോമാറ്റിക് ആണെന്ന് പറയുമല്ലോ. അതുപോലെ ഡയറക്ഷൻ, സെയിം, അതെ, വൺ വേവ് ലെങ്ത്. പിന്നെ അതെ, കോഹറൻസ് എന്ന് പറയുമ്പോൾ സെയിം ഫേസ്. സോ ആ പ്രോപ്പർട്ടീസ് മെയിൻ 3 പ്രോപ്പർട്ടീസ് ആണ് അത്. അപ്പോ അതിന്റെ ഡെഫിനിഷൻസ് ആണ്. കോഹറന്റ് ആണ്. ഡിഫ്യൂസ് എന്ന് പറയുന്നത്, ഡിഫ്യൂസീവ് എന്ന് പറഞ്ഞ ഡിഫ്യൂഷൻ എന്നുള്ള ആ ഒരു ടേം ഓർത്താൽ നമുക്കത് ശരിക്കും അതൊരു മൾട്ടിപ്പിൾ ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്ത് പോകുന്ന ലൈറ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഡിഫ്യൂസിവ്നെസ്. അത് ഇവിടെ വരില്ല. സോ നമ്മുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്ന് കോഹറന്റ് ആണ്. ലേസർ എന്ന് പറയുന്നത് ഹൈലി കോഹറന്റ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, തിയറിയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെ ടൈപ്സ് ആണ് ഓരോന്നും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറെയൊക്കെ ഒരു ഐഡിയ കിട്ടും. ചില കാര്യങ്ങളൊക്കെ പുതിയതായിരിക്കും, അത് നോക്കുക. ഇപ്പൊ കോഹറന്റ് ആണെന്ന് പറഞ്ഞതിന്റെ റീസൺ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. ഫേസിലാണ്. ദെൻ മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സിംഗിൾ വേവ് ലെങ്ത് ആണ്. അപ്പം ദെൻ അതുപോലെ ഡിഫ്യൂസീവ്നെസ് എന്ന് പറയുന്നത് ശരിക്കുള്ള അതിന്റെ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് ഡിഫ്യൂസീവ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്ത് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നോട്ട് എ പ്രോപ്പർട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഡിഫ്യൂസീവ്നെസ് ആണ് എന്റെ ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈലി ഡയറക്ഷണൽ ആണ് ലേസർ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ പ്രൈമറി പ്രോസസ് ഇൻവോൾവ് ഇൻ എ ലേസർ എമിഷൻ? അതെ, ഇപ്പം നമുക്ക് സ്പോണ്ടേനിയസും സ്റ്റിമുലേറ്റഡും ഒക്കെ അറിയാം. തെർമൽ എമിഷൻ അതൊന്നും വരില്ല. പിന്നെ സ്പോണ്ടേനിയസ് ആണോ സ്റ്റിമുലേറ്റഡ് ആണോ എന്നൊരു സംശയം വരും. അപ്പൊ അതിന്റെ ഡെഫിനേഷനകത്ത് തന്നെ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണെന്ന് പറയാം. അപ്പൊ എവിടെയാണ് സ്പോണ്ടേനിയസ് ഉപയോഗിക്കുന്നത് അറിയാമോ? അതെ, ഈ മോഡ്യൂളിൽ തന്നെ അത് പഠിക്കുന്നുണ്ട്. LED വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും LED നിന്നും. അപ്പോ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ LED അകത്താണ്. സ്റ്റിമുലേറ്റഡ് എന്ന് പറയുമ്പോൾ പേരില്ല. സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടൊരു സോഴ്സ് കൊടുത്തിട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്, എമിഷൻ പ്രോസസ്സാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. ദെൻ LED വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞു.
ഇലക്ട്രോലൂമിനസെൻസ്. ഇലക്ട്രോലൂമിനസെൻസ് ആണ് അതിനകത്ത് നടക്കുന്നത്. ഈ പറയുന്ന പോലെ ഒരു റീകോമ്പിനേഷൻ പ്രോസസ് ആണ്, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റീകോമ്പിനേഷൻ പ്രോസസ് ആണ് നമ്മുടെ LED-ക്കകത്ത് നടക്കുന്നത്. സോറി, നമ്മുടെ ഇൻഡയറക്റ്റ് അല്ല, ഡയറക്റ്റ് റീകോമ്പിനേഷൻ. ഡയറക്റ്റ് റീകോമ്പിനേഷൻ ആണ് LED-ക്കകത്ത് നടക്കുന്നത്. അപ്പോൾ അവിടെ എമിറ്റ് ചെയ്യും. സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് നമ്മുടെ ലേസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ദെൻ അപ്പൊ അതിന്റെ കുറച്ച് തിയറിയാണ് ഈ പറഞ്ഞേക്കുന്നത്. സോ അതിനകത്ത് എന്താ നടക്കുന്നത് ഞാൻ പറഞ്ഞു, സ്റ്റിമുലേറ്റീവ് ആണ്. ഇൻകമിങ് ഫോട്ടോൺ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ആറ്റംസിനെ എക്സൈറ്റ് ചെയ്യുന്നു. സോ അവിടെ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിനകത്ത് അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. ഫേസ്, അതുപോലെ തന്നെ ഹൈലി ഡയറക്ഷനിലാണ്. ആ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ലേസറിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. In stimulated emission, the emitted photon has the following properties compared to the incident photon. ഇപ്പം പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ക്ലിപ്പ് ചെയ്ത് ചോദിച്ചേക്കുവാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ. അത് തന്നെ, സെയിം എനർജി, ഫേസ്, ഡയറക്ഷൻ. ആ പ്രോപ്പർട്ടീസ് കമ്പൈൻ ചെയ്ത് ചോദിച്ചേക്കുവാണ് സ്റ്റിമുലേറ്റഡ് എമിഷനിൽ. അത് നമ്മുടെ എമിറ്റഡ് ഫോട്ടോണും അതുപോലെ തന്നെ നമ്മുടെ ഇൻസിഡന്റ് ഫോട്ടോണും തമ്മിലുള്ള പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്ത് ചോദിച്ചേക്കുവാണ്. Then what condition is required for population inversion to occur? അപ്പൊ അതിൽ വരുന്ന ചില ടേംസ് ആണ്. ഏതാണ് ഓപ്ഷൻ? അതെ, ഓപ്ഷൻ സി ആണ്. മോർ ആറ്റംസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ദാൻ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പൊ നമുക്കറിയാം ആ ഒരു ട്രാൻസിഷൻ നടക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ട്, എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത് ഒക്കർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടുന്ന കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ number of atoms in the excited state should be more than the ground state. ഇതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ. Then so population inversion occurs when the atoms in the higher energy state, അതാണ് excited state എന്ന് പറയുന്നത്, it should be greater than the number of atoms in the lower energy state. Then population inversion cannot occur without pumping of energy. അല്ലെങ്കിൽ ആ പമ്പിങ് എന്ന് പറയുന്ന പ്രോസസ് ഞാൻ പറഞ്ഞു, പോപ്പുലേഷൻ ഇൻവേർഷൻ, പമ്പിങ്. അപ്പൊ പമ്പിങ് റിലേറ്റ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മളത് വരുന്ന പമ്പിങ് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെ പമ്പിങ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ നടക്കുന്നു, അതിന് വേണ്ടുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്. സോ പോപ്പുലേഷൻ ഇൻവേർഷൻ റിക്വയർസ് ആൻ എക്സ്റ്റേണൽ സോഴ്സ്. അത് ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്കത് ആ ഒരു ആംപ്ലിഫിക്കേഷൻ നടക്കണമെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ സോഴ്സ് വേണം. അതേപോലെ തന്നെ ഹയർ എനർജി സ്റ്റേറ്റിൽ കൂടുതൽ ആറ്റംസ് കൊണ്ടുവരണം. ആ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും പമ്പിങ് എന്ന് പറയുന്നത്. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആസ് പമ്പിങ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് നെസസറി എനർജി ടു അച്ചീവ് മോർ ആറ്റംസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ ആ ഒരു നമ്മൾ പറഞ്ഞ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാനുള്ള കണ്ടീഷൻ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനനാണ് പമ്പിങ് എന്ന് പറയുന്ന പ്രോസസ്. In a laser, why does stimulated emission dominate over spontaneous emission? എന്താണ്? D. Why does? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. സ്റ്റിമുലേറ്റഡ് എമിഷൻ ഡോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ സ്പോണ്ടേനിയസ് എമിഷൻ. അതിനകത്ത് ആ ഒരു ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ റെസൊണേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഒപ്റ്റിക്കൽ റെസൊണേറ്റേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒപ്റ്റിക്കൽ റെസൊണേറ്റേഴ്സ് എന്ത് വെച്ചിട്ടാണ് അത് അച്ചീവ് ചെയ്യുന്നത്? ആംപ്ലിഫിക്കേഷൻ. ഒപ്റ്റിക്കൽ റെസൊണേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? ഒപ്റ്റിക്കൽ റെസൊണേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? മിറർ ആണോ? അതെ അതെ അതെ. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ അത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. വരുന്നുണ്ട്, പറഞ്ഞ ശരിയാണ്. ഓക്കെ. സോ ഇൻ എ ലേസർ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഡോമിനേറ്റ്സ് ഓവർ സ്പോണ്ടേനിയസ് എമിഷൻ ബിക്കോസ് ഓഫ് ദ ഒപ്റ്റിക്കൽ റെസൊണേറ്റേഴ്സ്. നമ്മൾ അത് പറഞ്ഞ പോലെ രണ്ട് മിറേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ അവിടെ നടക്കണമെങ്കിൽ ആ ഒരു ഒപ്റ്റിക്കൽ റെസൊണേറ്റേഴ്സിന്റെ ഒരു സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. സോ അത് സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷൻ എ ആണ്.
വാട്ട് റോൾ ഡസ് ദ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് പ്ലേ ഇൻ അച്ചീവിംഗ് പോപ്പുലേഷൻ ഇൻവേർഷൻ? അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നമ്മൾ ആ ഒരു ഓപ്ഷൻ എ. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ്. ഇറ്റ് അലൗസ് ആറ്റംസ് ടു റിമെയിൻ ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ലോങ്ങർ. അപ്പൊ അതവിടെ അങ്ങനെ നിർത്താനുള്ള ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ അവിടെ തന്നെ ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തന്നെ നിർത്താനുള്ള ഫംഗ്ഷനാണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ്. So it is a state where atoms can stay for a relatively long time compared to the other excited states before taking to the lower energy level. അപ്പൊ ആ ഒരു കണ്ടീഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റിന്റെ സഹായം വേണം. അതാണ് അതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്. Then, in a laser system, which of the following is essential for stimulated emission to occur? ഇപ്പം പറഞ്ഞാലാണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. സ്റ്റിമുലേറ്റഡ് എമിഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് വേണം. നേരത്തെ പറഞ്ഞത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇത്. സോ ആൻസർ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് തന്നെയാണ് കേട്ടോ. പമ്പിംഗ് ഒന്നും അല്ല, ഹൈ പമ്പ് ഇന്റൻസിറ്റി അങ്ങനെയൊന്നും ഓപ്ഷൻ എഴുതരുത്. ഇൻ എ 2-level system, why is population inversion impossible? അവിടെ ആ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിന്റെ കൺസെപ്റ്റ് ഇല്ലെങ്കിൽ എന്താണ് എന്നുള്ളതാണ് ആ ചോദ്യം. സോ ഓപ്ഷൻ ഡി ആണ്. there is equal probability of upward and downward transition. അപ്പൊ അവിടെ ആ പോപ്പുലേഷൻ ഇൻവേർഷൻ കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതാണ് മെറ്റാസ്റ്റേബിളിന്റെ റോൾ അവിടെയാണ് വരുന്നത്. സോ there will be an equal probability of upward and downward transition. സോ ഡി ആണ് ആൻസർ. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ അറിയാം. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിന്റെ കണ്ടീഷൻ അവിടെ വന്നില്ലെങ്കിൽ ഉള്ള കണ്ടീഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.